ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. ഇതിപ്പം ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് കറുമുറാന്ന് കുറിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പം സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കാം, എന്ന ദിവസങ്ങളോളം സൂക്ഷിച്ചു വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കൂസ് ഡൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. മുഴുവനോടെ ഉള്ള ഉഴുന്നാണ് ഇടുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇതിന്റെ കളറൊന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു സ്മെല്ല് വരും. ഇപ്പം നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മളിപ്പം പാക്കറ്റിൽ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിന്റെ പൊടിയോ ഏതായാലും കുഴപ്പമില്ല. അത് 1 കപ്പ് എടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ളാണ്. കറുത്ത എള്ള് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പം ഞാനൊരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇപ്പം നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കട്ടിയുള്ള കവർ കിട്ടില്ലേ, അത് എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചസാരയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള കവറായിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് കേക്കൊക്കെ പുതിയനായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു ഷീറ്റാട്ടോ. അപ്പോൾ അത് എടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഷീറ്റിലേക്ക് ആദ്യം തന്നെ ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓയിലൊന്ന് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളയെടുത്ത് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഷീറ്റ് കൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പം പരത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ഒരു തിക്നെസ്സൊക്കെ മതി. ഒരുപാട് തിക്നെസ് ആയി പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ സൈഡൊന്ന് കട്ട് ചെയ്ത് സ്ക്വയർ ആക്കുന്നത്. കട്ട് ചെയ്ത് വെച്ച പോർഷൻ അങ്ങ് എടുത്ത് മാറ്റുകയാണ്. നമുക്കിത് നമ്മൾ നീളത്തിലങ്ങ് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിലായതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ നൈഫാണ് എടുത്തത്. കേക്കിൻ്റെ ഒക്കെ കട്ട് ചെയ്യുന്ന നൈഫില്ലേ അത്. സാധാരണ കത്തിയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് കട്ട് ചെയ്താൽ മതി, പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് പോകാണ്ട്. ഇതിപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഈ നൈഫ് കൊണ്ട് തന്നെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ആദ്യത്തെ സെറ്റ് നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സമയത്ത് അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു നാടൻ ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈക്ക്. അപ്പം വെളിച്ചെണ്ണയാണ് നല്ലത്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ പരത്തി മുറിച്ച് വെച്ചിരിക്കുന്ന പീസസ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തീരെ കുറഞ്ഞ തീയിലൊന്നും വെക്കണ്ട. തീരെ കുറഞ്ഞ തീയിൽ വെക്കുമ്പോൾ ഇതിൽ എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇട്ട ഉടനെ ഇളക്കണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നല്ല തിക്കായിട്ടുണ്ടാവും. നല്ല ഒരു ഇളക്കുമ്പോൾ നല്ല ഒച്ച കേൾക്കും. ആ ഒരു സമയത്തെ മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇത് നമ്മൾ അടുപ്പത്തിട്ടതിന് ശേഷം നമുക്ക് അടുത്തത് പരത്തി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്ര സമയം വേണ്ടു. എല്ലാം ആദ്യം കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒരു സെറ്റ് ആകുമ്പോഴത്തേക്കും അടുത്ത സെറ്റ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കത് ഒന്ന് പ്രസ് ചെയ്തിട്ട്, ഒരുപാട് പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇപ്പം ഇതും ആയിട്ടുണ്ട്. നമുക്കിതും കട്ട് ചെയ്തെടുക്കാം. കഴിയുന്നത്ര തിന്നായിട്ട് പരത്തുകയാണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ അത് തന്നെയാണ് നല്ലത്. ഇടയ്ക്കൊന്ന് എണ്ണ ഷീറ്റിലൊന്ന് തേച്ച് കൊടുക്കണേ. ഷീറ്റിൽ എണ്ണമയം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പം മുറിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പത വന്ന് തിളയ്ക്കുന്നുണ്ട്.
അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് ഈ ഒരു തിള ഇങ്ങനെ നിൽക്കും, പദം ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് നമുക്ക് എടുക്കാം. ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ തിളയൊക്കെ നിന്ന് ഒന്ന് ശാന്തമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. നല്ല മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എടുക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അതും ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്, ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് എരിവൊക്കെ ഉണ്ടാകും. എന്നാലും നമുക്കിനി എത്ര എരിവും എത്ര ഉപ്പും ആകാം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ലേ, അതിനനുസരിച്ച് നമ്മൾ ഉപ്പും എരിവും ഇട്ട് കൊടുത്താൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്ന് കഴിക്കട്ടെ. എന്താ പറയുക, നല്ലൊരു നാടൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അത് ചെറിയൊരു അളവിലാണ് ഇപ്പം ഞാൻ കാണിച്ചത്. അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെയൊക്കെ ഇരട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കുറേ ദിവസത്തേക്ക് കഴിക്കാനായിട്ടുണ്ടാവും. ഇതുപോലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ ആ ക്രിസ്പിനെസ് അതുപോലെ തന്നെ നിന്നോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.